അയ്യോ വണ്ടി അടിച്ചു. നല്ല രസമുണ്ട് ഡെക്കറേഷൻസ് അല്ലേ. എല്ലാരും കഴിക്കുന്ന കാണിക്കണേ. ഹലോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ പെട്ടെന്ന് ബാംഗ്ലൂർ വരെ പോകാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാം ഭയങ്കര പെട്ടെന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഈ വർഷമായിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോയില്ല. അപ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ ഒരു സെക്കൻഡ് ഹോം പോലെയാണ്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നി ഇതിനൊക്കെ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ കൊച്ചിയും കണ്ണൂരും മാത്രമായിട്ട് അപ്പൊ ഇനി നമുക്ക് ബാംഗ്ലൂരും പോയിട്ട് എന്താണ് പണിയെടുക്കാൻ പോകാന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ പോവാണ്. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഇതാണ് ഈ നോൺ സ്റ്റോപ്പ് ബസ്സാണ്. അപ്പൊ എവിടെയെങ്കിലും നിർത്തി എന്തെങ്കിലും കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് നിർത്തി തരാന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് വരാട്ടോ. അങ്ങനെ നമ്മൾ ബെസ്റ്റ് ബേക്കറിൽ കയറി കഴിക്കുകയാണ് ഗൈസ്. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഇലക്ട്രോണിക് സിറ്റി എത്തിയിരിക്കുകയാണ്. അയ്യ സന്തോഷം നോക്കിയ വെക്കേഷന് വന്ന പോലെ ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയിലാണ് ഇറങ്ങിയത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ് ഉള്ളൂ കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക്. ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് നമുക്ക് 5-6 വീടുകളുണ്ട് ഇവിടെ. അപ്പൊ ഏത് വീട്ടിലേക്ക് വേണമെങ്കിലും നമുക്ക് പോവാം. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് പാത്തുവിന്റെ വീട്ടിലേക്കാണ്. ഇനി അവിടെ ചെന്നിട്ട് കുറച്ചേരം കിടന്ന് ഉറങ്ങണം. ആൻഡ് ഓൾസോ കുറെ പരിപാടികളുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പൊ നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. വീട്ടിലെത്തി ഗൈസ്. നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഡ്ഡലി ചമ്മന്തിയാണ്. അപ്പൊ ഗൈസ് ദാ മേലൊക്കെ കഴുകി സെറ്റായി. മേല് കഴിയുള്ളൂ കേട്ടോ, തല കുളിച്ചില്ല. കാരണം ഓൾറെഡി ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടാണ് വന്നത്. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് തല കുളിക്കത്തുള്ളൂ. സോ നമുക്കതെല്ലാം റെഡി ആകാം. അപ്പൊ നമ്മളൊരു ട്രഡീഷണൽ ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ട്രഡീഷണൽ ഡ്രസ്സൊന്നുമില്ല. അപ്പൊ ഇവിടെ നമ്മുടെ പാത്തുവിന്റെ ഒരു ഡ്രസ്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് സ്കിൻ കെയർ ചെയ്യാം. കാരണം മെയിനായിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് സീനാണ്. ചൂടിച്ചിട്ട് കൂടുതലാണ് കേട്ടോ രാവിലെ ഇവിടെ. മാത്രമല്ല എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് അധികമായിട്ടുണ്ട് ഫേസിനകത്ത്. മുന്നേ ആക്നേസ് ആയിരുന്നു കൂടുതൽ. അപ്പോൾ ആക്നേസ് മെയിനായിട്ട് സൺ എക്സ്പോഷറും കൂടെ കാരണം ഈ ഒരു ഡാർക്ക് സ്പോട്ട്സ്, ഈ ആക്നെ മാർക്സ് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് എൻ്റെ സ്കിൻ കെയറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താ കാണിച്ചു തരട്ടെ, പറഞ്ഞുതരാം. സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ്. ഇത് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസിങ് ടർമറിക് ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് യൂസ് ചെയ്യാൻ നല്ല സേഫ് ആണ്. മാത്രമല്ല സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോയും തരും കേട്ടോ. അപ്പൊ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ടർമറിക്കും ലിക്കറസ് ആണ്. ടർമറിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ അമ്മൂമ്മമാരുടെ കാലം തൊട്ടല്ലേ സ്കിന്നിന് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവർ ആദ്യം പറയുന്നത് ടർമറിക് യൂസ് ചെയ്യാനാണ്. അപ്പോൾ ലിക്കറസ് എന്ന് പറയുമ്പോൾ ലിക്കറസ് നമ്മുടെ സ്കിന്നിന് ആക്നെ സ്പോട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യും. മാത്രമല്ല ബ്ലെമിഷസ് ഉണ്ടെങ്കിലും അതും റെഡ്യൂസ് ചെയ്യും കേട്ടോ. സോ നമുക്ക് ഈ ഫേസ് വാഷ് അപ്ലൈ ചെയ്താലോ. അപ്പൊ ഗൈസ്, ഈ ഒരു ഫേസ് വാഷ് മേക്ക് ചെയ്തിരിക്കുന്നത് സ്വരസ കോൾഡ് പ്രസ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ടർമറിക്കിന്റെ ആക്റ്റീവ്സ് ഫുൾ പൊട്ടൻഷ്യൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. മാത്രമല്ല നമ്മുടെ നാച്ചുറൽ ടർമറിക് പോലെയല്ല, ഇത് സ്റ്റെയിൻ ആവത്തില്ല. കൂടാതെ നല്ല ഗ്ലോയും തരും, ഡ്രൈനസും ഉണ്ടാവില്ല. അപ്പൊ ഗൈസ്, ഈ ഒരു പ്രൊഡക്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക ആൻഡ് ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. മാത്രമല്ല ഇന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ഇന്ന് റീൽ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ട്രഡീഷണൽ വെയറാണ് വേണ്ടത്. എന്റെ കയ്യിലില്ല, പക്ഷെ ഞാൻ എന്താ പാത്തൂരിൽ നിന്ന് ഒരു സാധനം ഒപ്പിച്ചെടുത്തു. ഈ ഒരു ടോപ്പും ആൻഡ് ഈ ഒരു കൈ കലാസും. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ ഡ്രസ് ചെയ്യാം. മഴയൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് വേഗം ഡ്രസ് ചെയ്തിട്ട് ബർത്ത്ഡേ പാർട്ടിക്ക് പോണം, ഷോപ്പിങ്ങിന് പോണം. കൊണ്ടുപോകില്ലേ ഷോപ്പിങ്ങിന് രാമുട്ട? ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് റെഡി ആയിട്ട് വരാം. അപ്പൊ ഗൈസ്, നമ്മളിതാ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്, റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഏത് പാർക്കാടാ ഇത്? HSR വളരെ ഫേമസ് ആയ ഒരു പാർക്കാണ്. അതെ, HSRലെ നമ്മുടെ പ്രശസ്തനായ
സ്ലാഗ് ബിരുദൻ പ്ലെനോയ് വരുന്ന പാർക്കാണ്. അതെ, സൺലൈറ്റ് തലയുടെ മേലെ ആയതുകൊണ്ട് സണ്ണ് മേലെയാണ്, അതുകൊണ്ട് ലൈറ്റ് വൻ ശോകമാണ്. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഗൈസ് ഔട്ട്ഡോർ ഉച്ചയ്ക്ക് വീഡിയോ എടുക്കുക എന്നുള്ളത്. കാരണം ലൈറ്റിങ് ഭയങ്കര ഷോകായിരിക്കും. അപ്പോൾ ഒരു സോങ് പ്രൊമോഷന്റെ വീഡിയോ ആയതുകൊണ്ട് നമുക്കിത് വേഗം തന്നെ ഷൂട്ട് ചെയ്ത് കൊടുക്കണം. കുറച്ച് ദിവസം ഇത് വെറുതെ ഇരിക്കാന്ന് വെച്ചിട്ടാണ് ബാംഗ്ലൂർ വന്നത്. പക്ഷെ സാരല്ല, ഡാൻസ് നമുക്ക് ഇഷ്ടമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ വേഗം ഷൂട്ട് ചെയ്ത് തീർക്കട്ടെ കേട്ടോ ഗൈസ്. ഗൈസ് റീലെടുത്ത് ഭയങ്കര ക്ഷീണതയായതുകൊണ്ട് എന്ത് ബിരിയാണിയാണ്? ദം ബിരിയാണി. ദീപന്റെ സജഷൻ. ആക്ച്വലി പരിപാടി കൊള്ളാം. ഇതാണ് ഇവരുടെ ഹൈലൈറ്റ്സ്. സാലഡാണ് ഇവിടുത്തെ ഹൈലൈറ്റ്, സിഗ്നേച്ചർ. A few inches later. നോക്ക്, മനീസ് ദം ബിരിയാണി. നീ കരയാണ്ട് പറയടി. പെരി പെരി ബിരിയാണി. ഗൈസ് അപ്പൊ നമ്മളുടെ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ടയേർഡായില്ലേ രാമുട്ടൻ? ഡാൻസ് കളിച്ചിട്ടാ. ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി വെങ്കടേശ്വരയിലേക്ക് വന്നേക്കാണ് ഷോപ്പിംഗ്. ഞാൻ ആക്ച്വലി ഈ വെങ്കടേശ്വരം അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ഞാൻ നമ്മുടെ ജയാനഗറിലുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇവർക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് വേറെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ ഇവിടുത്തെ വെങ്കടേശ്വരം തട്ടുന്നു. പക്ഷെ നമുക്ക് നോക്കാം ഇവിടെ എന്തെങ്കിലും ഡ്രസ്സസ് ഉണ്ടോന്ന്. ബാംഗ്ലൂർ വന്ന എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആണ്. അപ്പം അതിനായിട്ട് ഞാൻ എപ്പോഴും ചൂസ് ചെയ്തൊരു കടയാണ് കേട്ടോ ഇത് വെങ്കടേശ്വര. പക്ഷെ ഇവിടെ ഇത്തവണ ഭയങ്കര കളക്ഷൻസ് കുറവായിരുന്നു. എൻ്റെ മനസ്സിൽ കുറേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ വെസ്റ്റേൺ വെയർസ് എടുക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടതോടെ പോയി കിട്ടി. ഇനി എൻ്റെ മനസ്സിൽ ഒരു കടയും കൂടെ ഉണ്ട്, പക്ഷെ അതൊന്ന് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ഷൂട്ടും ഫുഡ് അടിയും കഴിഞ്ഞപ്പോൾ തന്നെ അതാ ഈവനിങ് ആവാറായി. അപ്പം ഇനി ഞാൻ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. അതുകൊണ്ട് ഇനി നാളെ എങ്ങാനും ഷോപ്പിങ്ങിന് പോകാന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഡ്രസ്സ് കിട്ടിയില്ല. പക്ഷെ സാരില്ല, ഇല്ലടോ കിട്ടിയില്ലടോ. പുതിയൊരാള് കൂടെ കേറിയിട്ടുണ്ട്. വണ്ടി അടിച്ചല്ലോ, ചാർജ് ചെയ്തിരുന്ന. നമ്മള് വിചാരിച്ചു വണ്ടി അടിച്ചാന്ന്, ചാർജ് ചെയ്യുമായിരുന്നു. വണ്ടി ഓണാവാത്തോണ്ടായിരിക്കൂല അയാളെ വിളിച്ചിട്ടുണ്ടാവുക. ഗൈസ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. നാളെ പോവാല്ലേ? നാളെ എന്തായാലും ഷോപ്പിംഗ് വ്ലോഗ് ഉണ്ടാവും. അപ്പൊ ഗൈസ് നമ്മളിതാ K3 ഗ്യാങ്ങിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പൊതുവെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഒരു ഹൗസ് പാർട്ടി നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഇവരുടെ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് ഫുൾ പവറിലാണ് എല്ലാവരും. കണ്ടില്ലേ പാത്തുതാ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മിററൊക്കെ ക്ലീൻ ചെയ്ത് വന്നോണ്ടിരിക്കുക. അപ്പൊ നമുക്കിനി പാർട്ടിക്ക് പോയിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ പാർട്ടി വീട്ടിൽ വന്നിരിക്കുകയാണ്. ബർത്ത്ഡേക്കാരൻ നമ്പർ 1. K number 1. Meet Mr. Kusu. This is K number 2. Meet Miss Kova. And K number 3. God, you look so sexy, girl. നല്ല രസമുണ്ട് ഡെക്കറേഷൻസ് അല്ലേ? ഇതാണ് ഗായ്സ് നമ്മുടെ കേക്ക്. അങ്ങനെ ഗായ്സ് ഈ കുടുംബത്തിന്റെ ബർത്ത്ഡേ ആണിത്. K3 ഗ്യാങ്. ഇതാണ് നമ്മൾ പറഞ്ഞ K3 ഗ്യാങ്. ഈ ജോളോ ചിപ്പ് രാമുണ്ട് എപ്പോൾ ബാഗിൽ എടുത്തു വെച്ചെന്ന ഒരു ഐഡിയ ഇല്ല ഗൈസ്. എന്തായാലും നമ്മൾ ഇന്ന് ബർത്ത്ഡേക്കാർക്ക് ഇത് ട്രൈ ചെയ്യാൻ കൊടുക്കുകയാണ്. ബർത്ത്ഡേക്കാർക്ക് മാത്രമല്ല എല്ലാവരെ കൊണ്ടും ട്രൈ ചെയ്യിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ ഒരു ജോളോ ചിപ്പ് ഒരു വികാരം ഇല്ലാതെ കഴിച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരേ ഉരകളത് രാമൂട്ടം മാത്രമാണ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണണം. ബൈ ദ വേ നമുക്കിനി ബർത്ത്ഡേക്കാർക്കും ബർത്ത്ഡേ കാണാൻ വന്നവർക്കും എല്ലാരും കഴിക്കുന്ന കാണിക്കണേ. പേടിക്കണ്ട. ഇക്കൊന്നാടോ എടാ എല്ലാരും ഒരുമിച്ച് ഞാൻ തിന്നതാ.
ഏത് യൂട്യൂബറാണ് ഈ എരിവില്ലെന്ന് പറയുന്നത്? എരിവുണ്ട്. The next day. അപ്പൊ ഗൈസ് ഡേ 2 നാലോ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഷോപ്പിങ്ങിനാണ്. ഞാൻ മെയിനായിട്ട് ബാംഗ്ലൂർക്ക് വന്നതിന്റെ ഉദ്ദേശം തന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോ എന്റെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഞാൻ മോസ്റ്റ്ലി എടുക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പൊ എവിടെ നിന്നാണ് എടുക്കുന്നത്, എന്തൊക്കെ എടുക്കുന്നത്, എത്രയൊക്കെ ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ പറഞ്ഞ കടകൾ. ഈ വെങ്കടേശ്വര ഗാർമെന്റ്സ് ആൻഡ് ഹൗസ് ഓഫ് ഫാഷൻ ആണ് ഞാൻ എപ്പോഴും ഡ്രസ്സ് മേടിക്കാൻ വരുന്ന കടകൾ. ഇന്നലെ ഷോപ്പിങ്ങിന് പോയിട്ട് മനസ്സിൽ പിടിച്ച ഡ്രസ്സ് കിട്ടിയില്ലെങ്കിലും ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റോടെയാണ് ഗൈസ് ഈ ഒരു ഷോപ്പിലേക്ക് വന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു ഷോപ്പ് ജയനഗറിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഒരുപാട് വെസ്റ്റേൺ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ കുറെയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അപ്പുറത്തുള്ള വെങ്കടേശ്വരയിലേയും കൂടെ ഒന്ന് കേറിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. കാരണം മറ്റേ ഷോപ്പിനേക്കാളും ഇവിടെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സസ് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ ഡ്രസ്സുകളും ട്രൈ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ നൈറ്റ് വെയർസിൽ നിന്ന് തപ്പിയെടുത്തതാണ് കേട്ടോ. ഭാഗ്യത്തിന് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് കിട്ടി. പക്ഷെ ഇത് കുറച്ച് നമ്മൾ സെറ്റാക്കാൻ കണ്ടില്ല. എനിക്ക് കാലിൻ്റെ ഒക്കെ ഭാഗം ഭയങ്കര നീട്ടം കൂടുതലാണ്. ഇതെടുക്കണോ വേണ്ടെന്നുള്ള ആലോചനയിലാണ്. ആൻഡ് ദിസ് ഡ്രസ് ഇതൊരു ഡ്രസ് ടൈപ്പാണ്. ഒരു സ്ലിറ്റൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെന്തായാലും എടുക്കാമെന്നാണ് പ്ലാൻ. ആൻഡ് ദിസ് വൺ ഇസ് ലൈക്ക് എ ലോഞ്ച് വെയർ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് വേസ്റ്റിൻ്റെ ഭാഗം കുറച്ച് ലൂസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതെടുക്കാൻ പ്ലാൻ ഇല്ല. മാത്രമല്ല എനിക്ക് കളറും അത്ര ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ദിസ് ഡ്രസ് ക്യാഷ്വൽ ആയിട്ട് ഇട്ടാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റ് എന്തായാലും എടുക്കാം എന്നാണ് പ്ലാൻ. എന്തായാലും നമുക്കത് ലാസ്റ്റ് തീരുമാനിക്കാം. ആൻഡ് ലാസ്റ്റ് ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ട് നോക്കിയത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബോഡിക്കോൺ ആയതുകൊണ്ട് എൻ്റെ വയറിൻ്റെ ഭാഗം കുറച്ച് ചാടിയിരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മോസ്റ്റ്ലി ഒരു ഔട്ട്ഫിറ്റ് എടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിലേതൊക്കെ ഔട്ട്ഫിറ്റ്സ് ആണ് ഞാൻ എടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചു തരാവേ. തന്നെ ഇവിടെ നിന്ന് 3-4 പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തെ ഷോപ്പിൽ പോയിട്ട് എടുത്തു വെച്ച ഡ്രസ്സൊക്കെ ബില്ല് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ദിവസം ഷോപ്പ് ചെയ്തതിൽ ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം ബില്ല് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോവാം അല്ലേ. സോ ഗൈസ് നമ്മളിതാ ഷോപ്പ് ചെയ്ത് തിരിച്ച് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ബാക്കി. കാരണം 6 മണിക്ക് ആക്ച്വലി നമ്മുടെ ട്രെയിനായിരുന്നു. 6 മണിക്കല്ല നമ്മുടെ 7 മണിക്ക്. നമ്മളെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 5:45 ഒക്കെ ആയിട്ടോ. പിന്നെ നമ്മൾ ഓട്ടോ പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും സമയം പോയി. പക്ഷെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ കടയിൽ കയറിയിട്ട് ഏകദേശമല്ലതാ കുറച്ച് വെസ്റ്റേൺ സ്റ്റൈൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് നോക്കിയില്ലേ, അത് കുറച്ച് ബില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഇനി എന്തായാലും തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ബാംഗ്ലൂർ വിശേഷങ്ങൾ. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കൊച്ചിയിൽ പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ചാ ചാ.